ഹായ് ഫ്രണ്ട്സ്, എക്സാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. +1 വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സ് എക്സാം ഉണ്ടായിരുന്നു. ഇന്നത്തെ എക്സാം ഈസി ആയിരുന്നു. വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. എക്കണോമിക്സ് കുറേ കുട്ടികളെടുക്കുന്ന കിട്ടിയ റിവ്യൂവിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മൾ പ്രതീക്ഷിച്ച, നമ്മൾ വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ വന്നു എങ്കിലും അതൊക്കെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ 1, 2, 3 തവണ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ മാത്രമേ ഇത് നമുക്കറിയാവുന്ന ആൻസർ ആണ് എന്ന് മനസ്സിലാവുള്ളൂ. അത്തരത്തിലുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ വന്നത്. ഈവൻ എസ്സേയിൽ മീൻ മീഡിയം മോഡ് ചോദിച്ചു, ന്യൂ ഇക്കണോ പോളിസി ലിബറലൈസേഷനൊക്കെ ചോദിച്ചു, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയും ചോദിച്ചു. എങ്കിലും ആവറേജ് എന്താണ് എന്ന് മീൻ മീഡിയം മോഡ് ചോദിക്കുന്നതിന് മുന്നേ എന്താണ് ആവറേജ് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോൾ ഇതെന്താ, അതും 2-3 സ്റ്റെപ്പായിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നേരിട്ടൊക്കെ ചോദിക്കുമ്പോൾ ഇത്തിരി ഒന്ന് ചിന്തിക്കാൻ തരില്ല. അതേസമയം ഇൻഡെക്സ് നമ്പറൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പിലും കുറേ സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒബ്ജക്റ്റീവ് ടൈപ്പ് 10 ക്വസ്റ്റ്യൻ ഉണ്ട്. 10ഉം ചെയ്താൽ 8 എണ്ണം ശരിയായി കിട്ടിയാൽ മതി. എന്നും ചോദിക്കുന്ന വരുമെന്ന് ഉറപ്പുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ എക്സെപ്റ്റ് അതിലൊന്ന് തോന്നിയത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത് നമുക്ക് ആ രീതിയിൽ നമ്മളടുത്തേക്ക് ചോദിച്ചില്ല. അങ്ങനെ ചില വിഷമങ്ങൾ പറഞ്ഞു. എന്തായാലും പഠിച്ചു പോയിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മിനിമം പാസ്സാവാൻ വേണ്ടി പഠിച്ചു പോയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാസ്സാവാൻ സാധിക്കും. അങ്ങനെയുള്ള ഇവൻ മോഡൽ എക്സാമിന് വന്നിരിക്കുന്ന പല ക്വസ്റ്റ്യൻസും ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ മോഡൽ എക്സാമിന് ചോദിച്ച പോലെ നേരിട്ട് നമ്മൾ പഠിച്ച രീതിയിലല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2-3 തവണ ക്വസ്റ്റ്യൻ വായിച്ചിരിക്കണം, അത്തരത്തിലാണ് വന്നിരിക്കുന്നത്. പിന്നെ +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അക്കൗണ്ടൻസി കുഴപ്പമില്ല എന്നാണ് കേൾക്കുന്നത്. നമുക്കറിയില്ല എല്ലാവരുടെയും എക്സ്പീരിയൻസ് എന്താണ് എന്ന്. പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സിലബസിന് പുറത്ത് ഡിലീറ്റഡ് പോർഷൻ അങ്ങനെയൊന്നും ഇവിടെ ഇന്നത്തെ എക്സാമിൽ എവിടെയും കണ്ടില്ല. എന്തായാലും നിങ്ങളാണ് എക്സാം എഴുതിയവർ, നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സാം കഴിഞ്ഞു, എക്കണോമിക്സ് കഴിഞ്ഞു. ഇനി +1 എക്കണോമിക്സിനെ കുറിച്ച് നമ്മൾ എക്സാം കഴിയുന്നത് വരെ ചിന്തിക്കേണ്ട. ബാക്കി വരാനുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നന്നായി എഴുതുക. ഇനി റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം, അതിനുശേഷം നമുക്ക് ബാക്കി ചിന്തിക്കാം. ഓക്കെ, നമുക്കറിയാം ഇനിയും എക്സാംസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ആൻസർ കീ ഒക്കെ നോക്കി എത്ര സ്കോർ കിട്ടുന്നൊന്നും പെട്ടെന്ന് ചെക്ക് ചെയ്ത് ടെൻഷൻ ആവണ്ട. അതൊക്കെ എക്സാംസ് മുഴുവൻ കഴിഞ്ഞിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെക്കൂ, ആൻസർ കീ എടുത്ത് വെക്കൂ. കഴിഞ്ഞത് കഴിഞ്ഞു, എക്സാം വരെ നമുക്ക് നോക്കാം, എക്സാം ടൈമിൽ നോക്കാം. കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് എക്സാംസിന് ഒരിക്കലും ഇതിൻ്റെ വിഷമോ ബുദ്ധിമുട്ടുകളോ ഒന്നും ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് ആൻസർ കീ നോക്കി മാർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നൊന്നും ഇപ്പോൾ വേണ്ട, മുഴുവൻ എക്സാം കഴിഞ്ഞിട്ട് മതി. ഇനി വരാനിരിക്കുന്ന എക്സാമിന് വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുക, അതാണ് വേണ്ടത്. ആൻസർ കീ ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ എത്തി തുടങ്ങും. പക്ഷേ അതൊന്നും ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നെക്സ്റ്റ് എക്സാംസിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.